നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഗൊങ്കബു എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു കഥ നടന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 9, 2020 രാവിലെ ഒരു 7 മണി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സ്ഥലത്തിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഓവുചാലുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ഒരു ബാഗ് കിടക്കുന്നതായിട്ട് ആളുകൾ കാണുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ രക്തം പുറത്തോട്ട് ഒലിച്ചിരുന്നതായിട്ട് ആളുകൾ ശ്രദ്ധിച്ചു. ബാഗ് എന്ന് പറയുമ്പോൾ അതൊരു സ്യൂട്ട് കേസ് ആയിരുന്നു കേട്ടോ. സ്വാഭാവികമായിട്ടും അവിടെ പബ്ലിക് കൂടുകയാണ്. അവരങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ സ്ഥലത്തെത്തുകയായിരുന്നു. പോലീസുകാർ ആ ഒരു ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മനുഷ്യൻ്റെ തുണ്ടുകളായി വെട്ടിയ ഭാഗങ്ങളായിരുന്നു ആ ഒരു ബാഗിൽ ഉണ്ടായിരുന്നത്. കാലുകൾ, അതുപോലെ തന്നെ ബോഡി പാർട്സ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിരുന്നു ആ ഒരു ബാഗിൽ ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട ആളുടെ ഫുൾ ബോഡി ആ ഒരു സ്യൂട്ട് കേസിൽ ഉണ്ടായിരുന്നില്ല, പകുതി ബോഡി പാർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ ആ ഒരു ഏരിയ മുഴുവൻ സെർച്ച് ചെയ്തിട്ടും അവർക്ക് ബാക്കി ബോഡി പാർട്സ് കണ്ടെത്താനായിട്ട് ആ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ അന്ന് ആ ഒരു സ്യൂട്ട് കേസിൽ കിടന്നിരുന്ന ബോഡി ആരുടേതാണ്? എങ്ങനെയാണ് അയാൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? 2020 നേപ്പാളിൽ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസുകാർ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോഴത്തേനും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. റോജോ എന്ന് പറയുന്ന ഒരു ഡോഗായിരുന്നു ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡോഗ് വന്നു. അതിനുശേഷം ആ ഒരു സ്യൂട്ട് കേസും അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റെയിൻസും കുറച്ച് നേരം സ്മെല്ല് ചെയ്തു. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങി. ഒരു 2-3 മിനിറ്റ് ഓടി പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് കുരയ്ക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ആ ഒരു ഏരിയ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് അവിടെ നിന്ന് മറ്റൊരു സ്യൂട്ട് കേസ് ലഭിക്കുകയായിരുന്നു. ആ ഒരു സ്യൂട്ട് കേസ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തലയുൾപ്പെടെ ആദ്യത്തെ സ്യൂട്ട് കേസിൽ ഇല്ലാതിരുന്നിരുന്ന ആ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ പോലീസിന് മറ്റേ സ്യൂട്ട് കേസിൽ നിന്ന് ലഭിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ബോഡി റിക്കവർ ചെയ്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അങ്ങനെ ബോഡി ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുകയായിരുന്നു. ഇയാളുടെ പ്രായം അവർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40-നും 45-നും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ ഇയാൾ കൊല്ലപ്പെടുന്നതിനും തൊട്ട് മുൻപ് അമിതമായിട്ടുള്ള രീതിയിൽ ഉറക്ക ഗുളിക എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ ബോഡി പീസ് ആക്കിയത് ഒരു സാധാരണ ഒരു കിച്ചൺ നൈഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാകാം. അതേപോലെ തന്നെ അതുമോ ഹാമർ പോലുള്ള എന്തോ വെച്ച് അടിച്ചിട്ടാണ് ഇയാളുടെ ബോഡി അതേപോലെ പീസ് ആക്കിയത് എന്നുള്ള ഒരു അസംഷനിലോട്ട് കൂടെ ഡോക്ടേഴ്സ് എത്തുകയായിരുന്നു. പോലീസുകാരങ്ങനെ അടുത്തതായി കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും മറ്റും വല്ല മിസ്സിംഗ് കംപ്ലയിൻസോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് നോക്കി. എന്നാൽ അത്തരത്തിലുള്ള കംപ്ലയിൻസ് ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാളുടെ ഫോട്ടോ ഉണ്ടല്ലോ, ഈ തലയുടെ ഫോട്ടോവും മറ്റുമൊക്കെ എടുത്ത് പോലീസുകാർ പബ്ലിഷ് ചെയ്യാണ് ന്യൂസിലും മറ്റുമൊക്കെ. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് ഒരു റിവാർഡും പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുകയായിരുന്നു. പോലീസിന് ആദ്യം ലഭിച്ച ഇൻഫർമേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പ്രൊഫൈൽ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കൃഷ്ണ ബഹദൂർ എന്ന് പറയുന്ന ഒരാളാണിതെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു കൃഷ്ണ ബഹദൂറിനെ കുറിച്ച് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ചില കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിൽ കഴിഞ്ഞ 8 മാസങ്ങളായിട്ട് ഇയാൾ താമസിച്ചു വരികയായിരുന്നു. പോലീസുകാരങ്ങനെ ഒരു ലോഡ്ജിലെത്തി അന്വേഷിച്ചപ്പോൾ ഇയാളെ 2-3 ദിവസമായിട്ട് കാണാനില്ലായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലായി. പിന്നീട് ഇയാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഇയാൾ ഓൾറെഡി 2 തവണ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് മാറി കഴിഞ്ഞൊരു 8 മാസം മുൻപായിരുന്നു ആ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ 8 മാസക്കാലത്തോളം അയാൾ അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നതും. അങ്ങനെ പോലീസുകാർ ആ ലോഡ്ജിലെ സ്റ്റാഫിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇയാൾക്ക് എന്തോ ബിസിനസ് ആയിരുന്നെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ അയാളെ കാണാനായിട്ട് ഒരു സ്ത്രീ അങ്ങോട്ട് വരാറുണ്ടായിരുന്നെന്നും അതുപോലെ ഇയാൾ ആ സ്ത്രീയുടെ വീട്ടിലോട്ട് ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നതായിട്ട് ഈ സ്റ്റാഫിൽ ചിലരുടെ അടുത്ത് പറഞ്ഞതായിട്ടും പോലീസുകാരുടെ അടുത്ത് അവർ പറയുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഇയാളുടെ ലാസ്റ്റ് ഫോൺ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 300-400 മീറ്റർ മാറിയിട്ടായിരുന്നു ഇയാളുടെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ നേരെ ആ ഒരു ബോഡി കിട്ടിയ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇയാളുടെ ഫോട്ടോ കാണിച്ച് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് സ്ട്രീറ്റുകളിലും പരിശോധിക്കാനായിട്ട് തുടങ്ങി. ഇയാളറിയോ, ഇയാളെ മുന്നേ കണ്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ്.
അങ്ങനെ അവർ പല സ്ഥലത്ത് അന്വേഷിക്കുമ്പോഴാണ് ഒരാൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് പറയുന്നത്, ഇയാളെ എനിക്കറിയാം, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, എൻ്റെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്നത്. അതായത് അയാൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോറിൽ കൽപ്പന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ താമസിക്കുന്നുണ്ടെന്നും അപ്പോൾ ആ ഒരു സ്ത്രീയെ കാണാനായിട്ട് ഇയാൾ ഇടയ്ക്കിടെ വരാറുണ്ടെന്നും പോലീസിനോട് പറയുകയായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കൽപ്പനയോട് ചോദിച്ചു നോക്കാനായിട്ട് പറയുകയാണ്. എന്നാൽ പോലീസുകാർ ചെല്ലുമ്പോൾ ആ ഒരു റൂം പൂട്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഹൗസ് ഓണർ പോലീസുകാർ കോൺടാക്ട് ചെയ്യുകയാണ്. ഈ കൽപ്പനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 37 വയസ്സായിരുന്നവരുടെ പ്രായമെന്നും ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിട്ട് അവിടെ ഒറ്റക്കാണ് താമസമെന്നും 15 വയസ്സുള്ള ഒരു മകളുണ്ട്, പിന്നെ 13 വയസ്സുള്ള ഒരു മകനുണ്ട്, അപ്പോൾ അവർ 3 പേര് അവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസും പോലീസിന് ലഭിക്കുകയായിരുന്നു. പിന്നെ ഇവരുടെ ജോലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർ ചില TV ചാനൽസിലും മറ്റുമൊക്കെ ആക്ട് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല ചെറിയ ചെറിയ ജോലികളും മറ്റുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റും പോലീസുകാർ അവിടെ നിന്ന് കളക്ട് ചെയ്യാണ്. പിന്നെ നൈബേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോഡി കിട്ടിയ അന്നത്തെ ദിവസം മോർണിംഗും അവരവിടെ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ദിവസവും ഇവരെ അടുത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് കരുതിയത് ആ ഒരു ബോഡി കിട്ടിയപ്പോൾ എന്തായാലും തൻ്റെ അടുത്തോട്ട് പോലീസുകാരെത്തുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയ അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയതായിരിക്കുമെന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അങ്ങനെ ഇവരുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റൊക്കെ വെച്ച് ഇവരെ പോലീസുകാർ ട്രാക്ക് ചെയ്യുകയായിരുന്നു. അവസാനം താണ്ടിയിലുള്ളവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് അവരുള്ളതെന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയായിരുന്നു. നേരെ അവിടെ ചെന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. അപ്പോൾ കൽപ്പനയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ 2003 അവരുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം അവർക്ക് 2 കുട്ടികളും ഉണ്ടായി. എന്നാൽ ഹസ്ബൻഡുമായിട്ട് അവർക്ക് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഹസ്ബൻഡിനെ പിരിഞ്ഞ് കുട്ടികളെയും കൊണ്ട് അവർ വേറൊരു വാടക വീടെടുത്ത് താമസിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് കിട്ടുന്ന ചെറിയ ചെറിയ ജോലികളും മറ്റുമൊക്കെ ചെയ്തായിരുന്നു അവർ കുട്ടികളുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 2016 ടൈമിൽ അവർക്ക് ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വരുന്നത്. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്, ഒരു മെസ്സേജ് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ഈ കൃഷ്ണ ബഹദൂർ എന്ന് പറയുന്ന ആളുടേതായിരുന്നു. ആ ടൈമിൽ അവർ വേറൊരു പേരിലായിരുന്നു ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്തിരുന്നത്. എന്നാലും ആ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അവർ ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു, സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവർ നേരിട്ട് കാണാനും അതുപോലെ തന്നെ അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങുകയാണ്. ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് പിന്നീട് അതിന് അപ്പുറത്തേക്ക് പോകുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുൻപ് അയാളുടെ ഭാര്യയെ പിരിഞ്ഞ് ഇതേപോലെ തന്നെ ലോഡ്ജ് എടുത്ത് താമസം തുടങ്ങിയത്. അതിനുശേഷം ഈ ഒരു കൽപ്പനയും ഇടയ്ക്കിടയ്ക്ക് അയാളെ കാണാനായിട്ട് ആ ഒരു ലോഡ്ജിലോട്ട് പോകാറുണ്ടായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിലും കൽപ്പനയെ കാണാനായിട്ട് ഇടയ്ക്കിടെ അവരുടെ വീട്ടിലോട്ടും ചെല്ലാറുണ്ടായിരുന്നു. പിന്നെ കൽപ്പനയ്ക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഇയാളായിരുന്നു സഹായിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പണത്തിൻ്റെ പേരും പറഞ്ഞവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ 15 വയസ്സുള്ള മകളുടെ അടുത്ത് ഇയാൾ ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവർക്കിടയിലുള്ള ബന്ധം വഷളാവുകയാണ്. ഇവർക്കിടയിൽ അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ ഇവരുടെ അടി മൂർച്ഛിക്കാനായിട്ട് തുടങ്ങി. അതായത് ഇയാൾ തൻ്റെ മകളുടെ അടുത്തും ഇതേപോലെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറുന്നു. അതേപോലെ തന്നെ കാശിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കിടയിൽ സ്വരച്ചേർച്ച വരികയാണ്. നല്ല രീതിയിൽ അടി ഉണ്ടാവുകയാണ്. ഒരു ടൈമിൽ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ ഒരു ഫേസ്ബുക്കിൽ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ആ കൽപ്പനയുടെ എന്താ പറയുക നഗ്നമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. ഇത് കണ്ട കൽപ്പന അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇയാളുടെ കാല് പിടിച്ച് പറയുകയായിരുന്നു. എന്നാൽ അയാൾ അതിന് കൂട്ടാക്കിയില്ല. ആ ഒരു ടൈം തുടങ്ങിയിട്ട് ഇയാളുടെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യം കൽപ്പനക്ക് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ കൃഷ്ണ ബഹദൂർ കൽപ്പനയെ ഇതിൻ്റെ മറ്റും പേരിലൊക്കെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാളില്ലാതെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവർ വരികയാണ്. അങ്ങനെ ഇയാളെ കൊല്ലാൻ തന്നെ അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ് 8, 2020 ഈ കൃഷ്ണ ബഹദൂറിനെ കൽപ്പന വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്നെന്തായാലും വീട്ടിലോട്ട് പോയോ, ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അയാളെ വിളിച്ചത്. അയാൾ നേരെ ആ ഒരു റൂമിലോട്ടെത്തി. അതിനുശേഷം അവർ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവർ ഇയാൾക്ക് കുടിക്കാനുള്ള തൈരിൽ ഏകദേശം 5ഓളം ഉറക്ക ഗുളിക മിക്സ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഉറക്ക ഗുളിക കുടിച്ചതിന് ശേഷം ഇയാൾ മയങ്ങുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കുട്ടികളോട് വേറെ റൂമിൽ പോകാനായിട്ട് പറയുകയാണ്. അതിനുശേഷം ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വന്ന് ഇയാളുടെ പ്രൈവറ്റ് പാർട്ട് ആദ്യം അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. പിന്നീട് ഇവരുടെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു.
അതിനുശേഷം ഇയാളുടെ ബോഡി അവർ നേരെ എന്താ പറയുക ബാത്റൂമിലോട്ട് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് കിച്ചൺ നൈഫ് യൂസ് ചെയ്തിട്ടായിരുന്നു ഇവർ ഇയാളുടെ ബോഡി പീസ് ആക്കിയത്. ചുറ്റികയും കിച്ചൺ നൈഫൊക്കെ വെച്ച് ഇയാളുടെ ബോഡി ഇവർ പല പല പീസ് ആക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന 2 സ്യൂട്ട് കേസിൽ ആ ബോഡി സ്റ്റഫ് ചെയ്യുകയും ചെയ്തു. പിന്നീട് രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം തൻ്റെ മകളുടെ സഹായത്തോട് കൂടിയിട്ട് ആ 2 സ്യൂട്ട് കേസും അവിടെ നിന്ന് ഏകദേശം ഒരു 300-350 മീറ്റർ മാറിയിട്ടുള്ള ഒരു എന്താ പറയുക ഓവുചാലുണ്ട്, അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കളയുകയായിരുന്നു. ഒരു സ്യൂട്ട് കേസ് അവിടെ കളഞ്ഞു, ഒരു സ്യൂട്ട് കേസ് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടും അവർ ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ അവർ തിരിച്ച് വീട്ടിലെത്തി. താൻ എന്തായാലും പിടിക്കപ്പെടില്ല എന്നായിരുന്നു കൽപ്പന വിചാരിച്ചിരുന്നത്. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുകയായിരുന്നു. പിറ്റേ ദിവസം നാട്ടുകാർ ഇത്തരത്തിലുള്ള ഒരു സ്യൂട്ട് കേസ് കാണുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ അസ്വാഭാവികതയുള്ളതായിട്ട് അവർക്ക് തോന്നുകയും അതുപോലെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. പിന്നീട് പോലീസുകാർ ആ ഒരു സ്ഥലത്തെത്തുകയും അതിനുശേഷം അവർ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കറക്റ്റായിട്ട് കൽപ്പന പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ ഈ ഒരു ബോഡി റിക്കവർ ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ കൽപ്പന അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ സെറ്റാക്കുകയാണ്. അവർക്ക് പരിചയമുള്ള ഒരു ആംബുലൻസ് ഡ്രൈവറിന് 6000 രൂപ കൊടുത്തിട്ട് താണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് അവരെ ആക്കാനായിട്ട് പറയുകയായിരുന്നു. അങ്ങനെ അയാളായിരുന്നു അവരെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ പോലീസുകാർ കൊല ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന കത്തിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. ആ ഒരു ടൈമിൽ അവർ യൂസ് ചെയ്തിരുന്ന ഗ്ലൗവും കാര്യങ്ങളും പോലീസുകാർ കണ്ടെത്തി. പിന്നീട് കുറച്ച് നാൾ ഈ ഒരു കേസ് കോടതിയിൽ നടന്നു. അവസാനം വിധി വന്നു. അപ്പോൾ ആദ്യം ഈ കൊലപാതകത്തിന് ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്ന മകളും അതുപോലെ തന്നെ ആ ഒരു കൽപ്പനയും ജയിലിലായിരുന്നു. പിന്നീട് കൽപ്പനയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത്. മകളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.